മമ്മൂക്ക എവിടെ പോയാലും പിഷാരടിയുണ്ട്. എവിടെ പോയാലും അല്ല, അല്ല, പല പല സ്ഥലങ്ങളിലൊക്കെ എവിടെ പോയാലും ട്രോളുകൾ തുടങ്ങുന്നുണ്ട്. മമ്മൂക്ക ട്രോളുണ്ടോ? എന്ത് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. മമ്മൂക്കയുടെ ഒപ്പം പിഷാരടി. അതിലെന്താ ട്രോൾ ചെയ്യാനുള്ളത്? ആളുകള് ഓരോ കാര്യങ്ങൾ ഇടുന്നുണ്ടല്ലോ. മമ്മൂക്ക എവിടെ പോയാലും പിഷാരടി ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അതായത് അതിനെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോളെ കൈയിടുകയും ഒക്കെ ചെയ്യണം അല്ലേ? എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ്. അദ്ദേഹം എന്നെ ഒരല്പം കൂടെ പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കുള്ളൊരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം, ഓർമ്മകൾ, രാഷ്ട്രീയപരമായ ചർച്ചകൾ, ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇപ്പം അലി പറഞ്ഞപ്പോഴും ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാനതിനെ ഒന്നിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2 അനുഭവങ്ങൾ പറയാലോ അലിയോട്. കുറെ നാൾ മുമ്പ് ഞാൻ ഈ ഗാനമേളയുടെ ഇന്റർവെല്ലിന് മിമിക്രി കളിക്കുമ്പം മിമിസ്പരയുടെ ട്രൂപ്പിലുണ്ട്, ഗാനമേള ട്രൂപ്പിലുണ്ട്. അപ്പം ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളിലും ഞാൻ പോയി മിമിക്രി കളിക്കും. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു പരിപാടിയുണ്ട്, എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പിൽ നിന്നൊരു 4-5 പേരെ, കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാൻ 4-5 പേരെ കൊണ്ടുപോയി. അവിടെ ഉള്ളൊരു ഗൾഫുകാരനാണിത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 1 മണിക്കൂറോളം അപ്പുറം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സ്ഥലത്ത്, അതിന് മാട്ടപ്പരിപാടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ട്രൂപ്പിന്റെ കർട്ടനും ബോർഡും ഒന്നുമില്ല. അവർ തരുന്ന സ്റ്റേജിലും ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റൊക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും. ഞാനുൾപ്പെടെ 3 പേരെയും കൂടെ കൂട്ടി 4 പേര് അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെന്നു. അയാൾ ഞങ്ങളെ ഒരു മാരുതി 800 കാറിൽ, ആ സ്പോൺസർ ഗൾഫുകാരന്റെ കാറിൽ, ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ച ആൾ മുൻ സീറ്റിലും ഞങ്ങൾ 4 പേര് പുറകിൽ വരുന്ന ഉത്സവ സ്ഥലത്തെത്തി. ഒരു 11 മണിക്കൊക്കെ പരിപാടി തുടങ്ങി. 12-1 മണിക്ക് പരിപാടി തീരുന്നു. പരിപാടി തീരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയ ഉത്സവപ്പറമ്പിൽ നിന്ന്, ഈ സ്പോൺസറുടെ ഏതോ ഒരു പരിചയക്കാരനും കൂടെ വന്നു. അപ്പൊ ഇവര് ഷോ കഴിഞ്ഞ് പോകുമ്പം അയാളും കൂടെ കാറി കയറിയപ്പോൾ ഒരാൾ പുറത്തിറങ്ങി നിന്നേ പറ്റുള്ളൂ. സ്പോൺസർ ഓടിക്കുന്നു, പരിപാടിക്ക് എന്നെ വിളിച്ചവൻ ഫ്രണ്ടിലുണ്ട്. താരതമ്യേന എന്നേക്കാൾ താരമൂല്യമുള്ളവരും ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു 3 പേരെയും ഈ കൂട്ടുകാരനെയും കൂടെ കൂട്ടി ഈ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് ജംഗ്ഷൻ, ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം, ഇപ്പൊ ഒരു 1:30 മണിയായിട്ടുണ്ട്, എന്നിട്ട് പിഷാരുടെയും കൊണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ കാറ് പോയി. ഇവരെനിക്ക് തോന്നുന്നു ആ യാത്രയിൽ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചടിച്ച് പിന്നെ എന്നെ കൂട്ടാൻ വേണ്ടി ഇനി 8 കിലോമീറ്റർ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോണോ? അവര് പോയി. ഈ 1:30 തൊട്ടൊരു 3-3:30 വരെ ആ ഭാഗത്തുള്ളൊരു അമ്പലപ്പുറമ്പ് ഞാനിങ്ങനെ ഓരോ ലൈറ്റ് കാണുമ്പോഴും ഇതെന്നെ കൂട്ടാൻ വരുന്നതാണോ എന്ന് അറിയാൻ നിന്നു. 3:30-4 മണിയപ്പോൾ ഉറക്കം സഹിക്കാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മൊബൈൽ ഇല്ലല്ലോ. ഇവര് വന്നിട്ട് എന്നെ കാണാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ തന്നെ ഒരു ഇത്തിരി കാണബിൾ ആയിട്ടുള്ളൊരു സൈഡില് ഒരു കടയൊക്കെ ഇട്ട് അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പലികയിൽ ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഒരു 8-9 മണി എണീറ്റപ്പം. അന്നേരം ഇന്നലെ ഉത്സവത്തിന് പരിപാടി കാണാൻ വന്നവരൊക്കെ വീട്ടിൽ ചെന്ന് കുളിച്ച് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ അതേ ഉത്സവപ്പറമ്പിൽ ഞാൻ നിൽക്കാറും, നിങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടി കളിച്ച ആളല്ലേ, പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. പലരും ചോദിച്ചു. ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന്, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ബസ് കയറുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സില്ല, സീറ്റൊന്നും ഇല്ല, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങി ഞാൻ എറണാകുളത്തേക്ക് വരികയാണ്. ഒരു കഥ. അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആകണം, സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ. എനിക്ക് എറണാകുളത്തുള്ളൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളുമുള്ള അമ്മയുടെ മീറ്റിങ്ങിന് മമ്മൂക്കയുടെ മേബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എനിക്കുണ്ടാകുന്ന അഭിമാനം, ഇവരാരും വാക്കുകളാൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും. എനിക്കിത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു വേഷം വേണം, നീ ആ വേഷം നീ ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത 2 പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഈ കണ്ട അതിനുശേഷം വന്ന CBI മാറ്റി നിർത്തിയാൽ മറ്റൊരു പടത്തിലും ഞാനില്ലേ 8ഓളം പടമുണ്ട്, 8 പടമുണ്ട്, ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവസരം കിട്ടാൻ ഇങ്ങനെ അവസരം കിട്ടാൻ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്.
അദ്ദേഹം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, ഇന്ത്യയിലുള്ള ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും അവിടെയുള്ള ആൾക്കാർ വളരെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരാൾ എന്തോ കാരണം കൊണ്ട് എനിക്കൊരു മാർജിൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നത് ഞാൻ വളരെ ഗംഭീരമായി സന്തോഷത്തോടു കൂടി എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ ആസ്വദിക്കുന്നു. അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. ഈ മമ്മൂക്ക ഈ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ എവിടേക്ക് ഇരുന്നാലും പിഷാരടി ഒരുമിച്ചുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിയും, നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി ആയിരിക്കും. നമ്മളൊക്കെ കാണുന്ന ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി. എത്ര വലിയ ആളുകളുണ്ട് ഈ പിഷാരടി അരികത്തുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചതും അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരടിയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഇത് ഞാൻ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും. നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല, അത് അന്വേഷിക്കേണ്ട, അത് കിട്ടിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ദിവസം ഒരു 2-3 ആർട്ടിസ്റ്റുകൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിനെ നമുക്ക് എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ അവരെ വിളിച്ചു എടുത്തോളാൻ പറഞ്ഞു. അവരെ ഫോട്ടോ എടുത്തു കൊടുത്തു. അവരവിടെ ഇരിക്കുകയല്ലായിരുന്നു ചോദിച്ചു. ഞാൻ അതെ, അവരെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല മാങ്ങയുടെ കഷ്ണം കിട്ടി, 2 കഷ്ണം അവർക്കും കൂടെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ, പ്രവർത്തിക്കൂ. സിനിമാ നടൻ എന്ന അഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകരുത്, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ഇറങ്ങി പ്രവർത്തിക്കണം, എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ, ഞാൻ ആ വിഷയം വീണ്ടും എടുത്തു. അല്ല, ഇതാണ്. അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ഒരു ജീവിത അനുഭവങ്ങൾ. എത്ര വലിയ വ്യക്തിത്വമാണ്. അതിന്റെ കൂടെ നിൽക്കുന്നത് നമ്മളും റിഫൈൻഡ് ആവും. അല്ല, മമ്മൂക്കാക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരടിയെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. രാഷ്ട്രീയം വിട്ടെ, മമ്മൂക്കാടെ രാഷ്ട്രീയം ഉള്ളിലാണ്. നമുക്ക് ചോദ്യം വരുന്നുണ്ട്. മമ്മൂക്ക മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. ആ മമ്മൂക്കാടെ കൂടെ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് CPM വരെ എതിർക്കുന്ന പിഷാരടി എന്തിനു കൊണ്ടുകിടക്കുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സർ, വിശാല മനസ്സുള്ളവർക്ക് ആശയപരമായ ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്, വന്നാൽ പോലും വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരുത്തം കോൺഗ്രസ്സുകാരനാണ്, അയ്യടാ മറ്റവൻ, അങ്ങനൊന്നും ഇല്ല. അങ്ങനൊരു, ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് ആരോടാ വിരോധം? അതെ അതെ, ഞാൻ ആരോടാ? ചോദ്യം വരുന്നത് ചെറിയ മനസ്സുകളിൽ നിന്നാണ്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഒരാളെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, മതപരമായ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, കലാപരമായ കാരണങ്ങൾ? അങ്ങനെ ചെയ്യില്ല. അവരത്രയും വലിയൊരു ലെവലിൽ, അത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് അവർക്ക് അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഒരിക്കൽ പണ്ടൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ പോകുമ്പം ധർമ്മജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കലാകാരനായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം, ഞാൻ കുറെ രാജ്യങ്ങൾ കണ്ടു, അത്യാവശ്യം പൈസ കിട്ടി. ഇതൊന്നും മാത്രമല്ല, എനിക്ക് മറ്റ് കലാകാരന്മാരുടെ അടുത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നു. ദാസേട്ടൻ, MG അണ്ണൻ, ഉണ്ണിമേനോൻ, വേണുഗോപാൽ, സുജാ ചേച്ചി, ചിത്രചേച്ചി, പാട്ടുകാര്, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരാന്ന് ചോദിക്കാതെ എത്താൻ പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡെന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതൊരു വലിയ പ്രിവിലേജാണ്. ഇതിനും കൂടെയൊക്കെ വേണ്ടിയാണ് ഞാൻ കലയിൽ കിടന്നിങ്ങനെ അലഞ്ഞതും ഇറങ്ങിയതും ഒക്കെ. അപ്പൊ അത് എനിക്ക് തരുന്ന സന്തോഷം അളവറ്റതാണ്. ഇതിൽ ആരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നതല്ല. തീർച്ചയാണ് അഭിപ്രായം ഇതിൽ സ്വീകരിക്കുന്ന അതിന്റെ കാര്യമില്ല. നമുക്ക് ഈ ധർമ്മജൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ പിന്നെ ധർമ്മജന് പരാജയം വന്നു. ഈ ധർമ്മജന് വേണ്ടത്ര ഒരു പരിഗണന പാർട്ടിയിൽ നിന്ന് പിന്നെ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു പരാജയപ്പെട്ടു, ഇലക്ഷൻ നിന്നു, ചങ്കുറ്റത്തോടുകൂടി ഇലക്ഷൻ മത്സരിക്കാൻ തയ്യാറായി വന്ന ധർമ്മജൻ നല്ല മേഖലയിൽ സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സിനിമാ നടനായി നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് പോയത്. അതിനുശേഷം ധർമ്മജന്റെ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ധർമ്മജന് വേണ്ടത്ര ഒരു വേണ്ടത്ര എന്ത് ചെയ്യാൻ പറ്റും? ഒരു സഹായങ്ങളും സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസ് സംഘടനയ്ക്ക് തലപ്പത്ത് കലാ സാംസ്കാരിക രംഗമായി എന്തൊക്കെ പരിപാടികളുണ്ട്, അവിടെ ഒന്നും ധർമ്മനെ ഉൾപ്പെടുത്തിയാണ്. രണ്ട് ഉദാഹരണം പറ. ഈ കൂട്ടായ്മയിലെ സാംസ്കാരിക കൂട്ടായ്മയുണ്ട് കോൺഗ്രസിന്റെ, അവിടെ ഒരു ബോർഡ് സ്ഥാനം ഇപ്പൊ ഭരണമില്ലാത്ത ബോർഡ് സ്ഥാനം കിട്ടിയോണ്ട് പ്രയോജനം ഉണ്ടോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഉദാഹരണം പറയാം. അതിപ്പോ നമ്മൾ കൊണ്ട് കൊടുത്ത ഇവൻ എടുത്തോളം നിർബന്ധം, ഇവന്റെ സിനിമയും തിരക്കുകളൊക്കെ ആയിട്ട് പോകുന്നതല്ല. ഞാൻ അങ്ങനത്തെ ആരോപണങ്ങളിലൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് തിരിച്ച് സിനിമയിലോട്ട് അതിൽ കൊടുത്തില്ല. അല്ല, പിഷാരടിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ അങ്ങനെ എക്സ്പെക്ട് ഇല്ല കൊണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുതെന്ന് ഞാൻ അവനോട് പറയുള്ളൂ. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കരുത്. നെവർ എക്സ്പെക്ട്. ഞാൻ ഇതിനിറങ്ങി ഉടനെ തന്നെ എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ വിചാരിച്ചു. ഞാൻ അവനോട് ആദ്യം പറഞ്ഞു നെവർ എക്സ്പെക്ട്. അവന്റെ പ്രായം ഉണ്ട് ആ മണ്ഡലത്തിൽ CPM-ന്.
തീർച്ചയായും 40-45 വർഷമായിട്ട് തുടർച്ചയായിട്ട് CPM ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ നിൽക്കാൻ ചങ്കൂറ്റം കാണിച്ചു ആ എനിക്കറിയാറുന്നത്. അപ്പൊ പിഷാരടി അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ വന്നതാണ്. ഇവനോട് എക്സ്പെക്ട് ചെയ്യണം, ഉം. ഇന്നതായിരിക്കും സംഭവിക്കുക, ഇന്നത് വരും, ഇന്നതൊക്കെ ആയിരിക്കും. ഇതൊക്കെ എക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ വലിയ പരസ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സിനിമയെ ഭയപ്പെടുന്നുണ്ടോ പിഷാരടി? ഇല്ല. ഇല്ല. സിനിമ കിട്ടാതെ വരുമോ, ഏ അല്ലെങ്കിൽ നമ്മുടെ സിനിമ വരുമ്പോൾ ആളുകൾ കല്ലെറിയുമോ? അങ്ങനൊന്നും ചെയ്യില്ലത്, അങ്ങനൊന്നും ചെയ്യില്ല. അതൊക്കെ ഈ സൈബർ ഇടങ്ങളിലെ ഞാൻ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. നേതൃത്വ നിരയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്ന്. എനിക്ക് എത്ര CPM-ലും BJP-യിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് എന്ത് വ്യക്തിബന്ധങ്ങളുണ്ട് അല്ല, നമുക്ക്. കലയെ എത്ര സ്നേഹിക്കുന്നവർ അങ്ങനെ പേരുണ്ട്. കലയെ സ്നേഹിക്കുന്ന അങ്ങനെ അല്ലാന്ന് തെളിയിച്ച സിനിമയാണ് ഗരുഡൻ. സുരേഷ് നമുക്ക് ഗോപിയുടെ നമുക്ക് എത്ര പേരോട് വ്യക്തിബന്ധമുണ്ട്, എത്ര സൗഹൃദങ്ങളുണ്ട്, എത്ര പേരെ നമ്മൾ ഡെയിലി വിളിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത്ര ഒരു ഭയപ്പാടില്ല. ഒന്നും അങ്ങനെയൊന്നും ആരും ചെയ്യൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ CPM-ൽ നിൽക്കുന്ന സിനിമ തുടങ്ങിയിട്ട് വണ്ടി തിരിഞ്ഞ് നേരെ രാഷ്ട്രീയത്തിൽ വീണ്ടും ചെന്നു കലാകാരന്മാര് ചങ്കൂറ്റത്തോടു കൂടി പറയുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഞാൻ CPM ആണ് എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ താങ്കളെ പോലെ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മാത്രം പരസ്യമായിട്ട് എന്റെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് സിനിമ കിട്ടാതെ പോകുന്ന ഭയം കൊണ്ട് മാറി നിൽക്കുക തന്നെ ചെയ്യുകയുമാണ് അല്ലെ? ആയിരിക്കാം. അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളല്ല. ഇലക്ഷൻ വരുമ്പോൾ പതുക്കെ രംഗത്ത് വരുകയും ചെയ്യും. അതൊക്കെ വരാം. അതൊക്കെ Election വരുമ്പോൾ ഇതെല്ലാം പതുക്കെ രംഗത്ത് വ്യക്തികളുടെ വരും. കാര്യമാണ് അലിബയ്യ. മറ്റു വ്യക്തികളുടെ ചോയ്സ്, അവരെന്ത് വേണേ ചോയ്സ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ആരും എൻഡോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ ആരെയും കുറ്റവും പറയുന്നില്ല. തീർച്ചയായിട്ടും ആ ആശയങ്ങളെ പറ്റി ഞാൻ പറയും. താങ്കൾ ആശയങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടോ? ആശയങ്ങളുടെ കാര്യം ഞാൻ പറയും, അതേ പാടുള്ളൂ. കൊള്ളുന്നവർക്ക് കൊള്ളുകയും ചെയ്തോളൂ. അതേ പാടുള്ളൂ. അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും. കൊള്ളണം നിർബന്ധമൊന്നുമില്ല. കൊള്ളണവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവും. കൊള്ളുന്നുണ്ട്. കൊള്ളുന്നുണ്ട്. കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് ഇത്രയും സംസാരിക്കാൻ നമ്മളല്ലേ പറയുന്നേ. കൊണ്ടുപോകാൻ വന്നിട്ട് എനിക്കിട്ട് കൊണ്ടുവന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മളത് നമുക്ക് വെറുതെ പറയാന്നുള്ളൂ. വീണ്ടും നമ്മൾ രാഷ്ട്രീയത്തിൽ എത്തി. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ പിഷാരടി ചെയ്യാറുള്ളത് എന്താണ്? എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ പിഷാരടി ചെയ്യാറുള്ളത്? ഞാൻ എപ്പോഴും സന്തോഷവാൻ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോ അലിക്കൊരു ഇന്റർവ്യൂ, പിന്നെ കുറച്ച് നാളത്തേക്ക് ഇരുന്നങ്ങ് സങ്കടപ്പെടാം. നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുക്കുക, നമ്മള് പിന്നെ ഇത് ചെയ്യുക. അത് പൊളിച്ചു. പിന്നെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ചാക്കോച്ചൻ, പ്രിയ, മഞ്ജു വാര്യർ, നിങ്ങൾ ഭയങ്കര സൗഹൃദമാണ്. നിങ്ങളെ യാത്രയൊക്കെ നമ്മൾ ഒത്തിരി രസിക്കും. നിങ്ങളുടെ യാത്രയൊക്കെ കണ്ട് നിങ്ങൾ ഓരോ പിഷാരടിയുടെ ഒരു ബർത്ത്ഡേ വന്നാൽ പോസ്റ്റുകൾ ഇടാറുണ്ട്. ചാക്കോച്ചന്റെ ബർത്ത്ഡേ വന്നാൽ നിങ്ങൾ പോസ്റ്റ്, നിങ്ങൾ ഇടുന്ന ഏറ്റവും കൂടുതൽ ആളുകളാണ് പറഞ്ഞത് മഞ്ജുവിൻ്റെ ആയിട്ടുള്ള ഒരു യാത്ര. മഞ്ജുവിൻ്റെ നിങ്ങളുടെ ഒരു സൗഹൃദം വലുതാണ്. ആ സൗഹൃദത്തെ കുറിച്ച് എനിക്കൊരു ഒരുപാട് പറയുന്നില്ല. അതൊരു സ്വകാര്യ സൗഹൃദങ്ങളാണ്. നമ്മളൊരു സൗഹൃദങ്ങളെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇന്ന് 3 സൗഹൃദം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മളൊരു ക്ലാസ്സിൽ ചേരുമ്പോൾ, ഒരു കോളേജ് കയറുമ്പോൾ, പലയിടത്തും പോകുമ്പം സൗഹൃദങ്ങൾ വളരെ യാദൃശ്ചികമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുകയാണ്. മഞ്ജു ഒരു ഇന്റർവ്യൂ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കാണുക, എല്ലാ ദിവസവും വിളിക്കുക എന്നുള്ളതൊന്നും ഇതിന്റെ മാനദണ്ഡമല്ല, ഇതിന്റെ കാലപരിധി ഒരു മാനദണ്ഡമല്ല. ചില ആളുകൾക്ക് പരസ്പരം ഉണ്ടാകുന്ന വിശ്വാസം, പരസ്പരം സൂക്ഷിച്ചു വെക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ, അതെല്ലാം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്റർവ്യൂവിൽ ഇനി ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അതൊരു രസമാണ്. അതെല്ലാം പരസ്പരം ഈ വ്യക്തിബന്ധങ്ങളല്ലാതെ ഞാൻ നിന്റെ കൂടെ നടന്ന എനിക്ക് ലാഭം, നീ എൻ്റെ കൂടെ നടന്ന എനിക്ക് ലാഭം എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരുടെയും കൂട്ടുകെട്ടുകൾ സൗഹൃദമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമില്ല. പല തുറയിൽപ്പെട്ട ആളുകളാണ്. ചില യാത്രകൾ പോകുമ്പം ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സഹയാത്രികർ. അവർ നല്ലതാണെങ്കിൽ ഏത് സ്ഥലവും നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ അതുകൊണ്ട് നമ്മൾ കാണുന്ന പോസ്റ്റുകളാണ് നമുക്ക് സന്തോഷമാണ് കാണുമ്പോൾ. അതെ, അത് വളരെ നല്ല സൗഹൃദമായുണ്ട്. ആ ഭയങ്കര നല്ല സൗഹൃദം പുറത്തേക്കൊരു ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങളൊരു വേറെ എവിടെ യാത്ര ചെയ്യുമ്പോൾ കാളവണ്ടിയാ അതിന്റെ പുറകിൽ എന്തായിരുന്നിട്ടുള്ള ആ ഒരു വലിയ ഡാറ്റ മലയാളികൾ ഇല്ലാത്ത ആരും അറിയാത്ത സ്ഥലം, പക്ഷെ അതെടുത്ത് ഇട്ട് കളഞ്ഞു. അതൊക്കെ രസമാണ്. ഭയങ്കര രസമാണ്. അത് ശരിക്കും നമ്മളൊക്കെ എൻജോയ് ചെയ്താണ്. ഞാനും പിഷാരടി ആയിട്ട് ഒരു പ്രശ്നമുണ്ട് നമ്മൾ തമ്മിൽ. അത് പല രീതിക്കും പ്രഷർ വ്യാഖ്യാനിച്ചെടുത്തു, പല രീതിക്കും ട്രോളുകൾ. അമ്മ സംഘടനയിൽ വെച്ചൊരു വിഷയം ഉണ്ടായത്. അമ്മയിലുണ്ടായത് യോഗത്തിന്റെ ഇടയ്ക്ക് ഞാൻ പിഷാരടി എടുത്ത് മൈക്ക് പറയുമ്പോൾ പിഷാരടി പറയുന്ന ഒരു ഡയലോഗ്, മറ്റേ പിറന്നാൾ വിളിക്കാൻ വന്നാന്ന് പറഞ്ഞല്ലേ, അത് ഭയങ്കര ട്രെൻഡായിരുന്നു. അതെ, ഞാൻ പറയട്ടെ, അത് വലിയ രീതിക്ക് ട്രോളുകൾ ഉണ്ടായി. അത് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എതിരായിട്ട് വന്ന ഒരു ട്രോളുകൾ അതാണ്. കിട്ടേണ്ടത് കിട്ടില്ല, വയറ് നിറഞ്ഞില്ലേ, സൗഹൃദമായിട്ട് പോയി പിഷാരടി തന്നെ
പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടായിരുന്നു. പറയാൻ പറ്റാത്ത വാക്കൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്, കമന്റ് മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്ന എല്ലാരും കമന്റുകളിൽ വന്ന ഒരു സാധനമാണ് പറയുന്നത്. അതൊക്കെ പറയും. അത് വലിയ രീതിക്ക് ചെറുത്. അതിനുശേഷം ഞാനും പിഷാരടിയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ ആ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ അതൊന്നും ഇപ്പൊ പറയാതെ പോയി കഴിഞ്ഞാൽ അവൻ അത് ചോദിക്കാതെ ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകളാണ് ഈ സംഭവം. അത്ര ഒരു സംഭവം ഉണ്ടായി. അത് പിഷാരടി എൻജോയ് ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ പിഷാരടി പറഞ്ഞു വന്നു എന്താണ് മഞ്ജു മറ്റേ ആര് പറഞ്ഞു ധർമ്മം പറഞ്ഞതിന്റെ അഭിപ്രായം എന്താന്ന് പിഷാരടി അപ്പം പെട്ടെന്ന് പിഷാരടി ഇറങ്ങി പോകുന്ന എനിക്ക് പരിചയമില്ലാത്തൊരു മാധ്യമ പ്രവർത്തകനാണ് മൈക്കുമായിട്ട് വരുന്നതെങ്കിൽ ഞാൻ പുറത്തു പോകാന്നേ പറയുള്ളൂ. അല്ലേ? ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകൾ, സൗഹൃദമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതെല്ലാം പറയപ്പെടുന്നത്. ഇതിന് കൗണ്ടർ വരുന്ന, ട്രോള് വരുന്ന ആ സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അവിടെ അത് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമായി അവിടെ മാറുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. ഇനിയുള്ള കാലത്ത് ഇതിൽ നിന്ന് ഒഴിവായിട്ടൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങി നടക്കുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് പിഷാരടി പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഡയലോഗാണ്. മോളുടെ കല്യാണം മോളുടെ പിറന്നാൾ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ റീൽസിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമായിരുന്നു. അതപ്പോ പറഞ്ഞിട്ടങ്ങ് പോയി എന്നുള്ളത്. അല്ല, അത് വലിയ രീതിക്ക് ട്രോള് വന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. എന്റെ പുറത്ത് ഒരാൾ വന്നിട്ട് വിളിച്ചതാ. ഞാൻ ഇറങ്ങി പോകുമ്പോഴാണ് കൃത്യം എന്തോ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ മോളുടെ പിറന്നാൾ വിളിക്കുമ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയെന്നുള്ളത്. ഉടനെ മഞ്ജുപിള്ള ഭയങ്കരമായിട്ട് ചിരീകരിച്ചു. അതെല്ലാം കൂടെ കൂട്ടിയാണ് വലിയ ട്രോളുകൾ വന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പൊ പിഷാര പറഞ്ഞത് നമുക്ക് സൗഹൃദമുള്ള ഒരു മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ലാത്തത്. മമ്മൂക്കായും ഞാനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ വരുന്നത് മമ്മൂക്ക എൻ്റെ അടുത്തേക്കാണ്. പിഷാര് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തപ്പോൾ പിഷാര് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കൗണ്ടർ തരുന്നത് മമ്മൂക്ക എൻ്റെ അടുത്താണ് കൗണ്ടർ ഉള്ളൂ. അതും ഈ പറയുന്നത് നമ്മളെ അറിയാവുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ? അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. അല്ലെ എങ്ങനെയാണ് മമ്മൂക്ക പൊതുവെ കൗണ്ടർ പറയുന്ന ആളാണ്. അതും എടുത്ത് ട്രോൾ ചെയ്യുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ട്രോളുകൾ വരുംതോറും ഞാൻ വളരുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇതൊക്കെ ഞാൻ ഇതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളാണ്. ചില ട്രോളുകളുടെയൊക്കെ ഒരു ബുദ്ധിയാണ്. എന്തോരം ചിന്തിച്ചിട്ട് എത്ര ഫിലിം ക്ലിപ്പുകൾ എടുത്തിട്ട് എന്തോരം രസങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആണെന്നേ. നമ്മൾ കാരണം ആൾക്കാർ ചിരിക്കുമല്ലേ, രസിച്ചോട്ടെ. അതെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണത്. നമ്മൾ പോലും കാണാത്ത സിനിമകളിൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും. അയ്യോ, അതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ അവര് പറയും. പിഷാരടി ഏറ്റവും കൂടുതൽ കിട്ടിയ മറ്റുള്ള ഒരാളെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന അവസരം ആൾക്കാർ പരമാവധി മുതലാക്കും. അത് ചെയ്യൂന്നേ. അതിനെ കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കണോ വേണ്ടയോ, ഞാൻ ഇവനെ ചീത്ത പറയണോ, അങ്ങനെ ചിന്തിക്കില്ല. പിഷാരടി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പിഷാരടിക്കെതിരെ വന്ന ട്രോൾ ഏതായിരിക്കും? എനിക്കെതിരെ വന്നതിൽ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയുക പാടാണ്. എനിക്കെതിരെ വന്ന ട്രോളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്കെതിരെ ചറപറോ ട്രോള് കിട്ടിയിട്ടില്ല. എന്റെ പടമുള്ള മീംസ് വരാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. അമർ ആന്റണിയിലെ അത് ഇതൊക്കെ വരാറുണ്ടെന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഡിജിറ്റൽ ഫിസിക്സ് പോലും എനിക്കൊരു വളരെ പരിമിതമായ സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അതിനകത്തൊന്നും ഒന്നുമില്ല. മറ്റുള്ളവർക്ക് കേട്ടാണ്. ഈ തവണ പിഷാരയുടെ ഈ മറ്റേ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉണ്ടായതും. അത് പിഷാരയുടെ കുറ്റപ്പെടുത്തിയല്ല, അനുകൂലമല്ല. അതിനൊക്കെ അത് വരും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കേൾക്കേണ്ട വിധം. അതിന് വന്നേ പറ്റുള്ളൂ. അതില്ലാണ്ട് പോവോ? എന്തായി പറയുന്നേ? പിഷാരടി ഏറ്റവും ദുഃഖം വരുമ്പോൾ ഒരാൾ വിളിക്കുവാണെങ്കിൽ ആരെയായിരിക്കും വിളിക്കുക? ഫോണിൽ നമുക്കൊരു സങ്കടം വന്നു, നമുക്കൊരു പ്രയാസം വന്നു, അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഒരു ഫോൺ എടുത്ത് ആരെയായിരിക്കും? കുറവായിരിക്കും. അതിന് പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ അങ്ങനെ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മരണങ്ങൾക്ക് ആദരാഞ്ജലി ഇടാറില്ല, പൊതുകാര്യങ്ങൾ ഇടാറില്ല. ധർമ്മനെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോയി ഒരു സ്ഥലത്തെയും കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ ഭയങ്കര പേഴ്സണലാണ്. സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെക്കാറേ ഉള്ളൂ. ഉണ്ടാകാറുണ്ട്, അറിയിക്കാറില്ല. അത് വേണ്ട. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവന്റെ ആശ്വാസ വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കണം ഞാൻ. അതെനിക്ക് അവനേക്കാളും നന്നായിട്ട് പറയാൻ അറിയാം. എന്നോട് തന്നെ സ്വയം പറയാൻ അറിയാം. എനിക്കറിയാം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇതിന് പരിഹാരം, അല്ലെങ്കിൽ ഇതിന് പരിഹാരമില്ല, ഇപ്പോൾ നടന്ന സംഭവം ഇതാണ്, അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാര്യം ഇന്നതാണ്, ഇന്നതുകൊണ്ടായിരിക്കും അവൻ എന്നോട് ഇന്ന പോലെ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വ്യക്തമായ ബോധ്യം അതിനെക്കുറിച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ആരോടും പങ്കുവെക്കാറില്ല. പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഫോട്ടോയിലൂടെയാണ്.
ചെറിയ തമാശകളൊക്കെ ഇടുള്ളൂ. അല്ലെ നർമ്മങ്ങളൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ചിരി കിട്ടിയാൽ ചിറ്റിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഫോട്ടോയിലൂടെയാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു പട്ടിക്കുട്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ഭയങ്കര രീതിക്ക് വൈറലായി. ആ ഫോട്ടോ ഒക്കെ ഭയങ്കര അർത്ഥങ്ങൾ ആ സമയത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് പിഷാരടി ചൂണ്ടിക്കാട്ടിയത്. ചിലതൊക്കെ ചില കാര്യങ്ങൾ അത് മനഃപൂർവ്വം അത് ഇങ്ങനെ ഇട്ടാൽ അത് ആളുകൾ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കി തന്നെ ഇടുന്നതാണ്. ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആൾക്കാരെല്ലാം ഉൾക്കൊണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വലിയ പാടാണ്. നമ്മൾ വിചാരിച്ച സാധനത്തിന്റെ അർത്ഥം മാറി മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വളരെ എന്തൊരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് വളരെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടന്റ് ആണല്ലോ. അതെ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, അതായത് നല്ല കണ്ടന്റ് ഉണ്ടാക്കും, നല്ല കണ്ടന്റ് കൊണ്ടുവരും എന്നൊക്കെ നമ്മളെല്ലാം പറയും. കലയിൽ അതില്ല. എവരി ആർട്ട് ഈസ് എ കണ്ടന്റ്, എവരി കണ്ടന്റ് ഈസ് നോട്ട് എൻ ആർട്ട്. എനിത്തിങ് ക്യാൻ ബി എ കണ്ടന്റ്. എന്തിനും കണ്ടന്റ് ആവാൻ പറ്റും. പക്ഷെ ആ കല അങ്ങനെയല്ല. കല അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഓടുകയുള്ളൂ. കണ്ടന്റ് എന്ത് ഓടും സോഷ്യൽ മീഡിയയിൽ? കല എല്ലാം ഓടണമെന്നില്ല. പൈസ കൊടുത്ത് കാണണമെന്നില്ല. കല എല്ലാം ഓടണമെന്നില്ല. കണ്ടന്റും എല്ലാം ഓടണമെന്നില്ല. ഓടണമെന്നില്ല. ഓടണമെന്നൊന്നുമില്ല.